ക്ഷീരവികസന വകുപ്പിന്റെ മോഹന വാഗ്ദാനത്തിൽപ്പെട്ട് കടക്കെണിയിലായിരിക്കുകയാണ് ഒരു യുവ ക്ഷീര കർഷക. മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പദ്ധതി പ്രകാരം ഡയറി യൂണിറ്റ് സ്ഥാപിച്ച പത്തനംതിട്ട അടൂരിലെ യുവ ക്ഷീര കർഷക അശ്വതിയാണ് കബളിപ്പിക്കപ്പെട്ടത്. 10 പശുക്കൾ, ബയോഗ്യാസ്, പുല്ലുകട്ടർ, കറവയന്ത്രം, റബ്ബർ മാറ്റ് ഇത്രയും ഉൾപ്പെടെ 11,60,000 രൂപ ചെലവ് വരുന്ന പദ്ധതി. സബ്സിഡിയായി 4,64,000 രൂപ. ക്ഷീരകർഷക മേഖലയിൽ യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി മിൽക്ക് ഷെഡ് ഡെവലപ്മെന്റ് പദ്ധതി പ്രകാരം ക്ഷീരവികസന വകുപ്പിന്റെ മോഹന വാഗ്ദാനത്തിൽപ്പെട്ട് കടക്കിണിയിലായിരിക്കുകയാണ് അടൂർ നെല്ലിമുകൾ അരുൺ നിവാസിൽ അശ്വതി. പത്തനംതിട്ടയിൽ നിന്നും പറക്കോടുന്നും എല്ലാം ഉദ്യോഗസ്ഥർ വന്നിട്ട് കണ്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് പറഞ്ഞു വന്നെല്ലാം വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞതാണ്. ബാങ്ക് വഴി നമുക്ക് ലോണും കിട്ടി. അന്നേരം ലോൺ കിട്ടി കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് പിന്നെ ഈ ഫണ്ട് MSDB പദ്ധതി തന്നെ നിർത്തിവെച്ചു എന്നുള്ളത്. പ്രവർത്തന ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് പദ്ധതി നിർത്തിവെച്ചിരിക്കുക എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇത് അടയ്ക്കാനുള്ള മാർഗം ഇപ്പം കാണുന്നില്ല. 2 പശുക്കളെ വളർത്തി ഉപജീവനം കഴിയുന്നതിനിടെയാണ് ക്ഷീരവികസന വകുപ്പിന്റെ പദ്ധതിയിൽ അശ്വതി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇതോടെ ബാങ്ക് ലോണും കടം വാങ്ങിയ പൈസയുമെല്ലാം സ്വരുക്കൂട്ടി ഡയറി ഫാം ആരംഭിച്ചു. എന്നാൽ സബ്സിഡി ഉൾപ്പെടെ നൽകാൻ പദ്ധതിയിൽ ഫണ്ടില്ലെന്ന് പറഞ്ഞ് വകുപ്പ് കൈമലർത്തുകയായിരുന്നു. നമ്മൾ സാധാ ഒരു വീട്ടമ്മ ക്ഷീരകർഷക എന്ന നിലയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അന്നേരമാണ് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള ഈ സ്കീമിലോട്ട് ചേര് 10 പശുക്കളായിട്ട് വരുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യവും പശുക്കൾ മെൽമയ്ക്ക് അത്രയും പശുക്കൾ കൂട്ടിയെടുക്കുക, പശുക്കൾ കുറവുള്ള സാഹചര്യമാണ് കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നത്. ഈ ഓരോ പദ്ധതികൾ ഓരോ പേരിട്ട് ആവിഷ്കരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തി വെക്കുമ്പം കർഷകർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും കൂടെ ക്ഷീരവകുപ്പ് മനസ്സിലാക്കണം. നിലവിൽ കിട്ടുന്ന വരുമാനം ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ പോലും തികയുന്നില്ല. ഫാമിൽ വരുന്ന മറ്റു ചെലവുകൾ വേറെ. ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അശ്വതി. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എത്രയും വേഗം ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് ഈ യുവ കർഷകയുടെ ആവശ്യം. അമൃത ന്യൂസ്, പത്തനംതിട്ട.